ഹായ് ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് +2 എക്കണോമിക്സിലെ മൈക്രോ എക്കണോമിക്സിലെ നമുക്ക് ഷുവറായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വേറെ എന്തൊക്കെ പഠിച്ചില്ല എന്നുണ്ടെങ്കിലും ഇത് പഠിച്ചുകൊണ്ട് പിന്നെ A+ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാവട്ടെ, പാസ്സായാൽ മതി എന്നുള്ളവരാവട്ടെ, ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ളവരാവട്ടെ, ആരായാൽ കൂടിയും നമുക്ക് ഈ ഒരു 10 ക്വസ്റ്റ്യൻ എന്തായാലും പഠിച്ചുകൊണ്ട് പോകണം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത് +1 +2 എല്ലാ വീഡിയോസും, കൊമേഴ്സായിട്ട് എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പുതിയ ചാനലാണ്, അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ +2 മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, +2 എക്കണോമിക്സ് നമുക്ക് മൈക്രോ എക്കണോമിക്സ് ഉണ്ട്, മാക്രോ എക്കണോമിക്സ് ഉണ്ട്. ഓക്കെ, മൈക്രോ എക്കണോമിക്സിൽ ഒരുപാട് ഗ്രാഫ്സും ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ആണ് ഷുവറായിട്ടും പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചേ തീരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ ഹെൽപ്ഫുൾ ആണോ ഇല്ലേ എന്നുള്ളതും കൂടിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മൈക്രോ എക്കണോമിക്സിൽ നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മാക്രോ ആൻഡ് മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, മൈക്രോ എക്കണോമിക്സിൻ്റെ മാക്രോ എക്കണോമിക്സിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഏതാണോ ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക്, ഓക്കെ, ചില എക്സാമിന് 2 മാർക്കിനായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ചില എക്സാമിന് 3 മാർക്കിനും ചില എക്സാമിന് 5 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രയാണോ മാർക്ക് അതനുസരിച്ച് വേണം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് എക്കോണമി ആസ് ഹോളും. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ യൂണിറ്റിൻ്റെ സ്റ്റഡി ആണല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ രാമു ബൈസ് ആപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഏത് എക്കണോമിക്സ് ആണ്? മൈക്രോ എക്കണോമിക്സ്. കാരണം ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ്. പക്ഷേ നാഷണൽ ഇൻകം GDP എന്നൊക്കെ പറയുന്നത് എന്താണ്? മാക്രോ എക്കണോമിക്സ് ആണല്ലോ. കാരണം നമ്മൾ എക്കോണമി ആസ് ഹോൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ്റെ ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ, ഓക്കെ, ഈ ഒരു എക്കണോമിക്സിന് മാത്രമല്ല ബിസിനസ് സ്റ്റഡീസിൻ്റെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അക്കൗണ്ടൻസിൻ്റെ എല്ലാം ഡിഫറൻസ് ബിറ്റ്വീൻ്റെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ടൈമിൽ ഞാൻ ഡിഫറൻസ് ബിറ്റ്വീൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുമ്പോൾ ഈ ഒരു മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ നെക്സ്റ്റ് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇതാണല്ലേ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇതാണ് ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ പഠിക്കണം. ഓക്കെ, ഇത് ഡയഗ്രാം ജസ്റ്റ് വരച്ച് കാണിച്ചതേ ഉള്ളൂ. ഇൻഡിഫറൻസ് കർവിൻ്റെ എക്സ്പ്ലനേഷൻ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. എല്ലാ എക്സാമിനും ഇൻഡിഫറൻസ് കർവിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ മാത്രം പഠിച്ചാൽ പോരാ. ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് എഴുതണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, ഞാൻ ഓൾറെഡി കഴിഞ്ഞ 8 മാർക്കിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്നും അതുപോലെ തന്നെ എന്താണ് ബാക്കി കാര്യങ്ങളെല്ലാം ഇപ്പോൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കൂട്ടിയിട്ട് ഒന്ന് കയറി കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താ? ലോക്കസ്റ്റ് പോയിന്റ് ഓഫ് കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ്, 2 ഗുഡ്സിൻ്റെ കോമ്പിനേഷനാണ്. വിച്ച് ഗീവ്സ്, ഓക്കെ, ആ ഗുഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കൺസ്യൂമേഴ്സിന് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന 2 ഗുഡ്സിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ്, കോമ്പിനേഷൻ്റെ കർവിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിഫറൻസ് കർവിൻ്റെ എന്താണ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുമ്പോഴത്തേക്കും കോൺവെക്സ് ഷേപ്പാണല്ലേ, കോൺവെക്സ് ഷേപ്പാണ്. നമ്മളിപ്പോൾ കോൺവെക്സ് കേവ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതിൽ പഠിച്ചിട്ടുണ്ട്? നമ്മൾ 10th വരെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് കോൺവെക്സ് ഷേപ്പാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമുക്ക് ഫീച്ചർ എന്താ പറയുക? ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്നും തുടങ്ങി റൈറ്റിലേക്കാണല്ലേ പോകുന്നത്. ദെൻ നെക്സ്റ്റ് നെവർ ടച്ചസ് ഈസ്, പരസ്പരം ഇത് ഏതെങ്കിലും തമ്മിൽ തട്ടുന്നുണ്ടോ? ഇല്ല. ദെൻ അതുപോലെ തന്നെ നെവർ ടച്ചസ് എക്സ് ഓർ വൈ ആക്സിസ്, എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ ഇത് ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ലോവർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻസ് പഠിക്കുമല്ലോ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രൈസിൽ നമുക്ക് ഓൾറെഡി ഇലാസ്റ്റിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഇലാസ്റ്റിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ അതർ ഫാക്ടേഴ്സ്. ഓക്കെ,
പ്രൈസോ ആവാം, അല്ലെങ്കിൽ മറ്റെന്ത് കാരണത്താലും ഡിമാൻഡിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ പ്രൈസ് ഇലാസ്റ്റിറ്റിയാണ് നമുക്കിപ്പോൾ പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഇലാസ്റ്റിറ്റി ഉണ്ട്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിറ്റി ഉണ്ട്, ഗ്രോസ് ഇലാസ്റ്റിറ്റി ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഇലാസ്റ്റിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പ്രൈസ് ഇലാസ്റ്റിറ്റി ആണ്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റീസ് കാൾഡ് പ്രൈസ് ഇലാസ്റ്റിറ്റി. ഓക്കെ, ദെൻ പ്രൈസ് ഇലാസ്റ്റിറ്റിയുടെ നമുക്ക് കുറച്ച് ഡിഗ്രീസ് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഡിഗ്രീസ് പഠിക്കാനുള്ള? ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, പിന്നെ അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, പെർഫെക്റ്റ്ലി യൂണിറ്ററി ഡിമാൻഡ് വരുന്നുണ്ട്, പിന്നെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് വരുന്നുണ്ട്, ഇലാസ്റ്റിക് ഡിമാൻഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 5 വരുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, ഈ 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടിയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ, ഓരോ ഇലാസ്റ്റിക് ഡിമാൻഡിനെ പറ്റിയിട്ടും. ദെൻ നെക്സ്റ്റ് വരുന്നൊരു ക്വസ്റ്റൻ ആണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 3ാമത്തെ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റൻ ആണ്. 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ദെൻ ഈ ഒരു ക്വസ്റ്റൻ നമുക്ക് 8 മാർക്കിനോ 5 മാർക്കിനോ ചിലപ്പോൾ ഇൻഡിഫറൻസ് കാരണം മാത്രമായി 2 മാർക്കിനൊക്കെ ചോദിക്കാൻ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇപ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഷോർട്ട് റൺ ഫംഗ്ഷനാണ്. ഓക്കെ, ഒരു ഷോർട്ട് റൺ ഫംഗ്ഷനാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. ആ ഒരു ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേഗം പോയിട്ട് ആ ഒരു വീഡിയോ കാണുക കേട്ടോ. ഓക്കെ, നമുക്ക് ആ ഒരു ഇതെന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ആൻസർ എഴുതാനായിട്ട് സാധിക്കും. ആൻസർ എങ്ങനെയൊക്കെ എഴുതണം എന്നുള്ളത് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം 4ാമത്തെ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ. നമുക്കറിയാം നമ്മുടെ എക്കോണമിയിൽ ഒരുപാട് ടൈപ്സ് മാർക്കറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ആ മാർക്കറ്റിൽ ഒരു ടൈപ്പ് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് മാർക്കറ്റാണ് എന്തെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം നമുക്ക് എന്തുണ്ട്, ഒളിഗോപോളി ഉണ്ട്, മോണോപോളി ഉണ്ട്, മോണോപോളിസ്റ്റിക് ഉണ്ട്, ഡ്യൂളോപോളി ഉണ്ട്. അതിലൊരു മാർക്കറ്റാണ് അതുപോലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ അതിലൊരു മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് എ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് സെൽസ് ദെയർ കമ്മോഡിറ്റി അറ്റ് യൂണിഫോം പ്രൈസ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സും കൂടിയിട്ട് പഠിച്ച് വെക്കുക. ഫീച്ചേഴ്സ് എന്തൊക്കെ നമുക്ക് പഠിക്കാം? ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്, ലാർജ് നമ്പർ ഓഫ് പ്രോഡക്റ്റ് ആണ്, ദെൻ ലോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്, ദെൻ എന്താണ് കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല, ഫ്രീഡം ഓഫ് എൻട്രി എക്സിറ്റ്, എപ്പം വേണോ കയറി ഇറങ്ങാം, ദെൻ പെർഫെക്റ്റ് നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പക്ഷേ ഒരു പ്രോഡക്റ്റേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ, ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും, പക്ഷേ ആ ഒരു പ്രോഡക്റ്റ് ആരൊക്കെ ഒരുപാട് ഒരുപാട് സെല്ലേഴ്സ് സെല്ല് ചെയ്യുന്നുണ്ട്, ഒരുപാട് ബയേഴ്സും ഉണ്ട് ആ ഒരു പ്രോഡക്റ്റിന്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് പ്രാക്ടിക്കലായിട്ട് സങ്കല്പിക്കാൻ പറ്റാത്തൊരു മാർക്കറ്റ് കണ്ടീഷനാണ് ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്. ദെൻ പെർഫെക്റ്റ് നോളജ് അബൌട്ട് എ മാർക്കറ്റ് കണ്ടീഷൻ. ഓക്കെ, അതിൻ്റെ ഒരു ഫീച്ചറാണ് പെർഫെക്റ്റ് നോളജ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ബയേഴ്സിനും സെല്ലേഴ്സിനും അറിയാം. ഓക്കെ, എന്തൊക്കെയാണോ മാർക്കറ്റിലുള്ളത് എന്നറിയാം. കാരണം ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മാർക്കറ്റിലുള്ളത് അറിയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കുക, പിന്നെ അതിൻ്റെ 5 ഫീച്ചേഴ്സും കൂടിയിട്ട് പഠിച്ചേക്കുക. നമുക്ക് 9 എണ്ണം അങ്ങോട്ട് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, എന്നൊരു 5 എണ്ണം പഠിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ്റെതും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെതും കൂടി ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഉടുപ്പി കാണും. ഓക്കെ, ചാനൽ ചെക്ക് ചെയ്താൽ മതി. ഈ എടുത്തിട്ടുള്ള വീഡിയോസിനുള്ളിൽ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഓർഗനൈസേഷൻ്റെ എയിം എന്താണ് പ്രോഫിറ്റ് എയിം. ഇപ്പം ഞാൻ ഓർഗനൈസേഷൻ എയിം സ്റ്റാർട്ട് ചെയ്താൽ എന്താണ് എൻ്റെ എയിം എന്തായിരിക്കും, ഒരു പ്രോഫിറ്റ്. അപ്പം നിങ്ങളൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ എയിം എന്തായിരിക്കും, പ്രോഫിറ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ആ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള കുറച്ച് എന്താണ് ഫേംസ് ഇക്വിലിബ്രിയം ഫേംസിൻ്റെ മാക്സിമം ഇക്വിലിബ്രിയം കിട്ടുന്നതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആ ഒരു ഇതെല്ലാം ഓക്കെ ഡയഗ്രാം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്പോൾ എല്ലായാലും ഇത് ഒരു 8 മാർക്കിന് വരെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനും 2 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക കേട്ടോ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും. ഓക്കെ, ഈ 4ാം ചാപ്റ്ററിൽ ലാസ്റ്റ് വരുന്നൊരു പോർഷനാണ് പ്രൈസ് സീലിങ്ങും തന്നെ എന്താണ് പ്രൈസ് ഫ്ലോറും എന്ന് പറയുമ്പോഴത്തേക്ക്. എന്താണ് പ്രൈസ്? നമ്മൾ തറവില എന്നൊക്കെ കേട്ടിട്ടില്ലേ, നമ്മൾ മാർക്കറ്റിൽ തറവില അല്ലെങ്കിൽ കരിഞ്ചന്താന്ന് കേട്ടിട്ടില്ലേ, ആ ഒരു ബേസിൽ വരുന്നതാണ് പ്രൈസ് ഫ്ലോറും
അതുപോലെ തന്നെ പ്രൈസ് സീലിങ്ങും. ഓക്കെ, അപ്പോൾ അതും കൂടിയിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഒരു 3 മാർക്കിനൊക്കെയാണ് നമ്മളെപ്പോഴും ചോദിക്കുന്നത്. ഓക്കെ, എന്തായാലും ചോദിക്കും. അപ്പോൾ അത് 3 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെയാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് എന്തായാലും ആ ഒരു 2 പഠിക്കണം. ഓക്കെ, അത് നമുക്ക് ഡയഗ്രാംസ് ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. പ്രൈസ് സീലിങ്ങിൻ്റെയും പ്രൈസ് ഫോറിൻ്റെയും ഡയഗ്രാം പഠിക്കാനായിട്ടുണ്ട്. അത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് 2 പഠിക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. റിട്ടേൺ സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 3rd ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. അപ്പോൾ റിട്ടേൺ സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തുണ്ട്, ഇൻക്രീസിങ് റിട്ടേൺ സ്കെയിൽ, ഡിക്രീസിങ് റിട്ടേൺ സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയഗ്രാം വരുന്നത്. ഓക്കെ, ഇൻക്രീസിങ് റിട്ടേൺ സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയിൽ, ഡിക്രീസിങ് റിട്ടേൺ സ്കെയിൽ. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കട്ടെ. ഒരു സെൻറ്റൻസ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനെ പറ്റിയിട്ടും ഒരു സെൻറ്റൻസ് പഠിച്ച് വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിറ്റർമിനൻസ് ഓഫ് ഫേം സപ്ലൈ കർവ്. ഓക്കെ, സപ്ലൈ കർവിൻ്റെ ഡിറ്റർമിനൻസ് നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാവരും വേഗം പോയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പഠിക്കേണ്ടതാണ്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 4th ചാപ്റ്ററിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രൈസ് ഇലാസിറ്റി ഓഫ് പ്രൈസ് ലാസ് സപ്ലൈ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ പ്രൈസ് ലാസ് സപ്ലൈ ഒന്നും വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡിറ്റർമിനൻസ് ഓഫ് ഫേം സപ്ലൈ കർവാണ്. അതൊക്കെ ഏതൊക്കെയാണ് വരുന്നത്? നമുക്ക് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഉണ്ട്, പിന്നെ ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, ഇൻപുട്ട് പ്രൈസ് ഉണ്ട്, യൂണിറ്റ് ടാക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സപ്ലൈ കൂടുമ്പോഴത്തേക്കും പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി എന്താണ് കൂടും. ഒക്കെ അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ പറഞ്ഞപ്പോൾ എല്ലാം ലെങ്ത് കൂടും, നമുക്ക് എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. പിന്നെ പഠിക്കേണ്ട ഫസ്റ്റ് ചാപ്റ്ററിൽ വീണ്ടും ഒരു കാര്യമാണ് സോഷ്യലിസ്റ്റ് എക്കോണമി, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി. ഓക്കെ, ഇത് എന്തായാലും പഠിക്കണം. ഇതിൽ ഏതെങ്കിലും 2ൻ്റെ ഉണ്ട്. ചിലപ്പോൾ ക്യാപിറ്റലിസ്റ്റ് മിക്സഡ് എക്കോണമി ആയിരിക്കും, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് മിക്സഡ് എക്കോണമി, അല്ലെങ്കിൽ സോഷ്യലിസവും ക്യാപിറ്റലിസവും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാം. സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ മറ്റൊരു പേരാണ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്നാണ്. ഓക്കെ, സെൻട്രലി പ്ലാൻഡ് എക്കോണമി ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏതേതും സോഷ്യലിസ്റ്റ് എക്കോണമിയാണ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി. where all the means of production under the ownership control ഗവൺമെൻറ്റിൻ്റെ കൺട്രോളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കാം. സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ എല്ലാ പ്രൊഡക്ഷനും എല്ലാ ആക്ടിവിറ്റീസും എല്ലാം ആരുടെ കൺട്രോളിലാണ്? ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ്. ദെൻ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആണെന്നുണ്ടെങ്കിലോ എല്ലാ പ്രൊഡക്ഷനും എല്ലാ ആക്ടിവിറ്റീസും ആരുടെ കൺട്രോളിലാണ്? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കൺട്രോളിലാണ്. ദെൻ നെക്സ്റ്റ് അപ്പോൾ മിക്സ്ഡ് എക്കോണമി ആണെന്നുണ്ടെങ്കിലോ ഓക്കെ, ഓണർഷിപ്പ് ആരുടെയൊക്കെ കൺട്രോളിലാണ്? ഗവൺമെൻറ്റിൻ്റെയും ഇൻഡിവിജ്വലിൻ്റെയും കൺട്രോളിൽ വരുന്നതാണ് മിക്സ്ഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 10 ക്വസ്റ്റ്യൻസ് മൈക്രോ എക്കണോമിക്സിൻ്റെ തൊട്ടടുത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേഗം പോയി നോക്കുക. അല്ലാത്തുണ്ടെങ്കിൽ വേഗം പോയി പഠിക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചിരിക്കണം, ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ഹെൽപ്ഫുൾ ആണോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.